Today we are going to handle another very important topic. As you know, properties of cobb-douglas production. നമുക്കൊരു എസ്സേ ജനറൽ എസ്സേ എക്സാമിന് പ്രതീക്ഷിക്കുന്ന ഒരു ടോപ്പിക്കാണെന്ത് കോbb-douglas പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഭൂരിഭാഗം ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ജനറൽ എസ്സേ വരുന്നൊരു ടോപ്പിക്കാണ്. എക്സ്പ്ലെയിൻ ദ പ്രോപ്പർട്ടീസ് ഓഫ് കോbb-douglas പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഓക്കെ, മാത്തമാറ്റിക്കൽ എക്കണോമിക്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് ഏതാണെന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു സേ ദാറ്റ് ഈസ് പ്രോപ്പർട്ടീസ് ഓഫ് കോbb-douglas പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. കാരണം എന്താ, എസ്സേ ടോപ്പിക്കിൽ വരുന്നു, അതുപോലെ തന്നെ ഇതിൻ്റെ ഭൂരിഭാഗം പ്രോപ്പർട്ടീസും നിങ്ങൾക്ക് പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസിലും വരും. ഓക്കെ, 5 മാർക്ക് ക്വസ്റ്റ്യൻസിലും അതുപോലെ തന്നെ വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഏരിയ ആണെന്ത് പ്രോപ്പർട്ടീസ് ഓഫ് കോbb-douglas പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഓക്കെ, ടോപ്പിക്ക് അത്യാവശ്യം മാത്തമാറ്റിക്സ് ഉണ്ട്, ഡിഫറൻഷിയേഷൻ വരുന്നുണ്ട്, ബേസിക് മാത്തമാറ്റിക്സ് അപ്ലൈ ചെയ്തിട്ടാണ് ഒത്തിരി പ്രോപ്പർട്ടി ഇവിടെ പ്രൂവ് ചെയ്യുന്നത്. പല വിദ്യാർത്ഥികളും മാത്തമാറ്റിക്സ് ആണ് പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് സ്കിപ്പ് ചെയ്യാറുണ്ട്. വലിയ വിഡ്ഢിത്താണ്. ഒരു കാരണവശാലും ഈ ടോപ്പിക്ക് സ്കിപ്പ് ചെയ്യരുത്. ആദ്യം തന്നെ മനസ്സിൽ കരുതുക, ഈ ടോപ്പിക്ക് ഞാൻ പഠിച്ചിരിക്കും. കുറച്ച് എക്സ്ട്രാ എഫേർട്ട് എടുക്കണം. അത്യാവശ്യം ഒരു ലോജിക്കും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. കാരണം പ്രോപ്പർട്ടീസ് നല്ല രീതിയിൽ മനസ്സിലാക്കുക, പഠിക്കുക, ദെൻ പ്രാക്ടീസ് ചെയ്യുക. ഇതിനുള്ള മരുന്ന് അതാണ്. എത്രത്തോളം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണോ അത്രത്തോളം ഈ ടോപ്പിക്ക് സിമ്പിളാകും. കാരണം ഒരു എക്സാമിന് നമുക്കൊരു എസ്സേ വരികയാണ്, 5 മാർക്ക് ടോപ്പിക്കിൽ ഉണ്ടാവുക, 2 മാർക്ക് ഏരിയാസിൽ വരിക എന്ന് പറയുമ്പം ഇതിന് കുറച്ച് എക്സ്ട്രാ എഫേർട്ട് എടുക്കാൻ എല്ലാവരും തയ്യാറാക്കും. ഓക്കെ, അപ്പോൾ ഒരു കാരണവശാലും ഈ ടോപ്പിക്ക് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഓരോ പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. പരമാവധി സിമ്പിളായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഓരോ പ്രോപ്പർട്ടീസിലും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള മാത്തമാറ്റിക്സിൻ്റെ റൂള് ഞാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് സൈഡിൽ കാണിച്ചു തരും. ഓക്കെ, അങ്ങനെ A to Z മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുക. അതുപോലെ തന്നെ മറ്റൊരു സജഷൻ എന്ന് പറയുന്നത്, മാത്തമാറ്റിക്കൽ എക്കണോമിക്സിൻ്റെ എൻ്റെ യൂട്യൂബിൽ അതിൻ്റെ പ്ലേലിസ്റ്റ് എടുക്കുക. മാത്തമാറ്റിക്കൽ എക്കണോമിക്സ്, അതിൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, റിട്ടേൺസ് ടു സ്കെയിൽ, അതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. പ്ലസ് കോbb-douglas പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ ഇൻട്രൊഡക്ഷൻ, ഇമ്പോർട്ടൻസ്, ക്രിറ്റിസിസം, ആ ഏരിയാസ് തറോ ആയിട്ട് പഠിക്കണം. അത് വാച്ച് ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ ഈ വീഡിയോ കാണേണ്ടത്. ഓക്കെ, കോbb-douglas പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ ഫോർമുല, അതിൻ്റെ ജനറൽ ഫോം, അതിൻ്റെ എക്സ്പ്ലനേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, ഡയറക്റ്റ് ആയിട്ട് ടോപ്പിക്കിലേക്ക് പോവാണ്. പ്രോപ്പർട്ടീസ് ഓഫ് കോbb-douglas പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. പ്രധാനപ്പെട്ട 7 പ്രോപ്പർട്ടീസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുകയാണ്. നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാവണം. ഓരോ സ്റ്റെപ്പും നല്ല രീതിയിൽ മനസ്സിലാക്കണം. വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ഒരു കാരണവശാലും ഈ ടോപ്പിക്ക് സ്കിപ്പ് ചെയ്യരുത്. എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ എസ്സേലുണ്ടാവും, 5 മാർക്കിലുണ്ടാവും. വളരെ മനോഹരമായിട്ടുള്ള ആൻസർ നമുക്ക് എഴുതാൻ കഴിയണം. Are you ready? Let me explain the properties of cobb-douglas production function. We can first consider the very first property of cobb-douglas production function. We can see the first property. Cobb-douglas production function is simple to handle. It is very simple to handle. That is the first property. It is the uniqueness of cobb-douglas production function. That is why this production function is extensively used in empirical studies and other purposes. It is really very popular production function. The first reason is that its first property, that is it is very simple to handle. How? Being in a log linear form, this is the key word, log linear form or logarithm form, it is simple to handle. We know the cobb-douglas production function, that is Q is equal to A into L raised to alpha into K raised to beta. This is the general form of cobb-douglas production function. And see, in log linear form, we can convert this cobb-douglas production function into a very simple format, that is log linear format or logarithm format. We can write this form like this. See, log Q, okay, log Q is equal to log A into will become plus. Okay, ലോഗരിതം ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാണ്.
ലോഗ് ക്യൂ എൽ എച്ച് എസും ആർ എച്ച് എസിലും വരുന്ന ഐറ്റം നമ്മൾ എന്താണ് ലോഗരിതം ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. സി ലോഗ് ക്യൂ ഈക്വൽ ടു ലോഗ് എ ഇൻറ്റു ബിക്കം പ്ലസ്, നേർക്ക് മനസ്സിലാക്കുക, ലോഗ് എ പ്ലസ് ദെൻ നെക്സ്റ്റ് വരുന്ന ലെറ്റർ എൽ ടു ദ പവർ ആൽഫ ഓർ എൽ റൈസ് ടു ആൽഫ, ദാറ്റ് വിൽ ബിക്കം ലൈക്ക് ദിസ് ആൽഫ ലോഗ് എൽ. ഓക്കെ, പവർ ഇവിടെ വരുന്നു, കറക്റ്റ് മനസ്സിലാക്കുക, ആൽഫ ഇൻറ്റു ലോഗ് എൽ ദെൻ ഇൻറ്റു എന്താകും പ്ലസ് സി ബീറ്റ ലോഗ് കെ. See, this is the first property. Very, very simple. See, this is the cobb-Douglas production function. We can just convert this production function into logarithm form. അതിൽ എന്താ ശ്രദ്ധിക്കേണ്ടത്? Q become log Q. is equal to A become log A into plus. Okay, into ഏതിലേക്ക് കൺവേർട്ട് ചെയ്തു? പ്ലസിലേക്ക്. Then power like this, alpha log L into then become plus beta എന്ന് പറയുന്ന പവർ സി ബീറ്റ ലോഗ് കെ. In this format, cobb-Douglas production function is simple to handle. This is the first property. Okay, let me explain the second property of cobb-Douglas production function. We can see the second property of cobb-Douglas production function, that is cobb-Douglas production function is linearly homogeneous of degree 1. Very important. And it generates constant returns to scale. Okay, ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് രണ്ടായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. One is it generates constant returns to scale, and another thing is that it is linearly homogeneous of degree 1. Okay, homogeneous production function, and here the degree homogeneity is 1, and that is why it is known as linearly homogeneous production function. Okay, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഈ പ്രോപ്പർട്ടി സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് കൂടാതെ ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഓർ ലീനിയർലി ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ ക്വസ്റ്റ്യന് നിങ്ങൾ ആൻസർ ചെയ്യുമ്പം ടിപ്പിക്കൽ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഏതിനെ കാണിക്കുക? കോbb-Douglas പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സൈഡിൽ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന മാത്തമാറ്റിക്സിൻ്റെ റൂള് ഞാൻ നിങ്ങൾക്ക് അവിടെ കാണിക്കും. വളരെ സിമ്പിളായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓരോ സ്റ്റെപ്പും ശ്രദ്ധിച്ചിട്ട് മനസ്സിലാക്കുക, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, സി വി നോ ദ ജനറൽ ഫോം ഓഫ് കോbb-Douglas പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏത് പ്രോപ്പർട്ടി നമ്മൾ അതിൻ്റെ പ്രൂവ് ചെയ്യുമ്പോൾ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് കോbb-Douglas പ്രൊഡക്ഷൻ ഫംഗ്ഷൻ Q is equal to A into L raised to alpha into K raised to beta. ഓക്കെ, ഇനി ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ലീനിയർലി ഹോമോജീനിയസ് ഓഫ് ഡിഗ്രി 1 ആൻഡ് ഓൾസോ കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ. ഓക്കെ, ഈ പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കറിയാം ദർ ആർ 2 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലേബർ ആൻഡ് ക്യാപിറ്റൽ. ലേബറിനെയും ക്യാപിറ്റലിനെയും ഞാനൊരു കോൺസ്റ്റന്റ് വെച്ചിട്ട് മൾട്ടിപ്പിൾ ചെയ്യാണ്. ഓക്കെ, കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ മീൻസ് വെൻ യു ഡബിൾ ദ ഇൻപുട്ട് output also doubled, isn't it? When you triple the factors of production, that is labor and capital, output also tripled. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ 10% ലേബറും ക്യാപിറ്റലും ഇൻക്രീസ് ചെയ്തു. കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആണെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ടും എന്ത് ചെയ്യും? എക്സാക്റ്റ് ആയിട്ട് 10% വർദ്ധിക്കും. ദാറ്റ് ഈസ് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ. നിങ്ങൾ ഇൻപുട്ട് 10% വർദ്ധിപ്പിക്കുന്നു, ഔട്ട്പുട്ട് 20% വർദ്ധിക്കുകയാണെങ്കിൽ അത് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. നിങ്ങൾ ഇൻപുട്ട് 10% വർദ്ധിപ്പിക്കുന്നു, ഔട്ട്പുട്ട് 5% കൂടിയിട്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണത് ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ലൈക്ക് ദാറ്റ്. സോ ഹിയർ I would like to add a constant, that is we can use another Greek alphabet, that is lambda. Okay, Greek alphabet ആണ്. ചില പുസ്തകങ്ങളിൽ സ്മോൾ ലെറ്റർ കെ സി ടി ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഏത് ഉപയോഗിക്കാം, ബട്ട് ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കുന്നത് ലാംഡയാണ്, ഗ്രീക്ക് ആൽഫബറ്റ് ആണ്. ഇതുപോലെ ആൽഫ ബീറ്റ പോലെ. റൈറ്റ്, ടു പ്രൂവ് ദിസ് പ്രോപ്പർട്ടി ഐ വുഡ് ലൈക്ക് ടു മൾട്ടിപ്ലൈ both factors of production, labor and capital, with this constant lambda. Okay, see Q star, that is the new level of output. Q star is equal to A into labor നെയും capital നെയും
ലാംഡ വെച്ചിട്ട് മൾട്ടിപ്പിൾ ചെയ്യണം. ദാറ്റ് ഈസ് എ ഇൻറ്റു ലാംഡ ഇൻറ്റു എൽ റൈസ് ടു ആൽഫ, ഓക്കെ, ഇൻറ്റു ലാംഡ കെ റൈസ് ടു ബീറ്റ. ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെയും ലാംഡ വെച്ചിട്ട് കോൺസ്റ്റന്റ് വെച്ചിട്ട് മൾട്ടിപ്പിൾ ചെയ്തു. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പവർ ആൽഫ, ഇറ്റ് ഈസ് കോമൺ, ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു ബോത്ത് ലേബർ ആൻഡ് ലാംഡ. സിമിലർലി പവർ ബീറ്റ, ദാറ്റ് ഈസ് ഓൾസോ കോമൺ, which is applicable to both capital and this lambda. Now we can expand it like this. See, a into ഈ ലാംഡൻ്റെ പവർ എന്ത് വരും? ആൽഫ വരും. ലാംഡ ടു ദ പവർ ആൽഫ ഇൻറ്റു എൽ ടു ദ പവർ ആൽഫ. സിമിലർലി ഹിയർ ലാംഡ ടു ദ പവർ ബീറ്റ ഇൻറ്റു കെ ടു ദ പവർ ബീറ്റ. ഞാൻ ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്തു. വെരി വെരി സിമ്പിൾ. Now we can just rewrite like this. ഇവിടെ ലാംഡ ഉണ്ട്, ഇവിടെയും ലാംഡ ഉണ്ട്. ഞാനത് റീഅറേഞ്ച് ചെയ്യാണ്. ലാംഡ റൈസ് ടു ആൽഫ ഇൻറ്റു ലാംഡ റൈസ് ടു ബീറ്റ. ദെൻ റിമൈനിങ് പാർട്ട് വരുന്ന ഏതൊക്കെയാണ്? ഈ ലാംഡ ഇവിടെ എഴുതി, ഈ ലാംഡനെ ഞാൻ ഇവിടെ എഴുതി. ദെൻ ബാക്കി വരുന്നത് എ ഇൻറ്റു എൽ റൈസ് ടു ആൽഫ ഇൻറ്റു കെ റൈസ് ടു ബീറ്റ. എ എൽ ആൻഡ് കെ, ഈ രണ്ട് ലാംഡ ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ദെൻ യു ക്യാൻ ജസ്റ്റ് തിങ്ക് വാട്ട് ഈസ് ദിസ്? എ ഇൻറ്റു എൽ റൈസ് ടു ആൽഫ ഇൻറ്റു കെ റൈസ് ടു ബീറ്റ, ദാറ്റ് ഈസ് ക്യൂ. ദെൻ വി ക്യാൻ സിംപ്ലി റൈറ്റ് ഡൗൺ ലൈക്ക് ദിസ്. സി, ഇവിടെ ഒരു മാത്തമാറ്റിക്സിൻ്റെ റൂൾ ഉപയോഗിക്കുകയാണ്. ലാംഡ ആൻഡ് ലാംഡ, ദാറ്റ് ഈസ് ബേസ് ഈസ് സെയിം. ഇവിടെ ബേസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലാംഡ ടു ദ പവർ ആൽഫ ഓർ ലാംഡ റൈസ് ടു ആൽഫ. ലാംഡ എന്ന് പറയുന്നത് ബേസ് ആണ്, ആൽഫ എന്ന് പറയുന്നത് പവർ ആണ്. ഓക്കെ, മാത്തമാറ്റിക്സിൻ്റെ റൂൾ പ്രകാരം ബേസ് സെയിം ആണെങ്കിൽ യു ക്യാൻ ടേക്ക് എ സിംഗിൾ ബേസ്, ദാറ്റ് ഈസ് ലാംഡ, ആൻഡ് യു ക്യാൻ ജസ്റ്റ് ആഡ് ദ പവർ. ദെൻ ലാംഡ ടു ദ പവർ ആൽഫ പ്ലസ് ബീറ്റ. കൺഫ്യൂഷൻ ഇല്ലല്ലോ? മാത്തമാറ്റിക്സിൻ്റെ റൂൾ പ്രകാരം ബേസ് സെയിം ആയാൽ നിങ്ങൾ ഒരു ബേസ് എടുക്കുന്നു, പവർ ആഡ് ചെയ്യുന്നു, ആൻസർ സെയിം ആയിരിക്കും. ദെൻ ലാംഡ റൈസ് ടു ആൽഫ പ്ലസ് ബീറ്റ, എ ഇൻറ്റു എൽ റൈസ് ടു ആൽഫ ഇൻറ്റു കെ റൈസ് ടു ബീറ്റ. ദെൻ വി നോ ലാംഡ റൈസ് ടു ആൽഫ പ്ലസ് ബീറ്റ, ഇതെന്താണ്? എ ഇൻറ്റു എൽ റൈസ് ടു ആൽഫ ഇൻറ്റു കെ റൈസ് ടു ബീറ്റ മീൻസ് ക്യൂ. ദാറ്റ് ഈസ് വി ക്യാൻ സിംപ്ലി റൈറ്റ് ഡൗൺ ലാംഡ റൈസ് ടു ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു ക്യൂ. ദെൻ സിൻസ് ആൽഫ പ്ലസ് ബീറ്റ is equal to 1, നമുക്കറിയാം. അതെന്താ? കോബ്-ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ Q is equal to A into L raised to 3/4, that is the share, into K raised to 1/4. We know 3/4 plus 1/4 is equal to 4/4 is equal to 1. We have already proved that. Previous video കാണണേ. So since alpha plus beta is equal to 1, we can simply write down lambda raised to 1 into Q. That is, the new level of output is equal to lambda into Q. That means, it generates constant returns to scale. നിങ്ങൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ലേബറിനെയും ക്യാപിറ്റലിനെയും ലാംഡ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു, കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു. ഔട്ട്പുട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി? സി, ന്യൂ ലെവൽ ഓഫ് ഔട്ട്പുട്ട്, ഇറ്റ് ഈസ് ഓൾസോ മൾട്ടിപ്പിൾ വിത്ത് ദിസ് ലാംഡ ഇൻറ്റു ക്യൂ. ലേബറും ക്യാപിറ്റലും ലാംഡ ആയിട്ട് ഇൻക്രീസ് ചെയ്തു, ഔട്ട്പുട്ടും എന്ത് ചെയ്തു? ലാംഡയായിട്ട് ഇൻക്രീസ് ചെയ്തു. That is why it generates constant returns to scale. Okay, this is the second property. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. പവർ സെയിം ആണെങ്കിൽ നമുക്ക് എന്താണ്? ഒരു ബേസ് എടുക്കുക. ഏതുപോലെ? ഫോർ എക്സാമ്പിൾ 2 ക്യൂബ് ഇൻറ്റു 2 സ്ക്വയർ ഈക്വൽ ടു 32 ആണ്. നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതേ സംഭവം ഇപ്പം നിങ്ങൾ ആലോചിക്കുക. 2 and 2 base are same. Then we can take a single base 2. Then we can add the power 3 plus 2. 3 plus 2. That is 2 raised to 5 is equal to 32. മാത്തമാറ്റിക്സിൻ്റെ റൂളാണ്. ഏത് മെത്തേഡ് ഉപയോഗിച്ചാലും നമുക്ക് എന്താണ്? സെയിം ആൻസർ ആണ് കിട്ടുക. That is also very important. See, this is constant returns to scale. Now we need to prove it is linearly homogeneous of degree 1.
What is the power of lambda? This is 1. That is why it exhibits homogeneous of degree 1, that is linearly homogeneous production function. And another important thing is that using this property we can simply say cobb-Douglas production function is helpful to measure returns to scale. Returns to scale. We can see there are 3 types of returns to scale: increasing returns to scale, constant returns to scale, and decreasing returns to scale. Now here alpha plus beta is equal to 1. This is the case of constant returns to scale. Previous video we will detail explain cheyidittunde. And another possibility alpha plus beta is greater than 1, then it is increasing returns to scale. And another possibility alpha plus beta is less than 1, it is the case of decreasing returns to scale. Okay, this matter nalla reethiyil manasilakka. Then another important thing is that see, Q is equal to A into L raised to alpha into K raised to beta, cobb-Douglas production function. Now it generates constant returns to scale. So we can also write down this production function like this: Q is equal to A into L raised to alpha into K raised to 1 minus alpha. This is also very, very important. In a question paper, this is also correct. Why? See, we know this prove alpha plus beta is equal to 1. Constant returns to scale. Then beta is equal to 1. The positive alpha. This is RHS positive alpha minus alpha, isn't it? That is why we can also write down the cobb-Douglas production function like this: Q is equal to A into L raised to alpha into K raised to 1 minus alpha. Okay, now we can discuss the third property of cobb-Douglas production function. We can see the third property of cobb-Douglas production function, that is cobb-Douglas production function satisfies Euler's theorem. Okay, separate 5 mark ആണ്. Euler's theorem എന്നുള്ളത് separate 2 mark ആണ്. Very short answer type ആണ്. Okay, അപ്പോൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, പ്രോപ്പർട്ടീസ് ഓഫ് cobb-Douglas production function ഡിസ്കസ് ചെയ്യുമ്പോൾ വീഡിയോ ലെങ്ത് ഉണ്ടാവും. ഓക്കെ, കുറച്ച് സമയമെടുക്കും. ഓരോ കാര്യങ്ങളും പറഞ്ഞ് ചെയ്യുമ്പോൾ അത്യാവശ്യം സമയമെടുക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണാം. മനോഹരമായിട്ടുള്ള ഒരു എസ്സേ നമുക്ക് എക്സാമിന് എഴുതാനുള്ളതാണ്, അതൊരിക്കലും മറക്കരുത്. സോ ഹിയർ ഇറ്റ് സാറ്റിസ്ഫൈസ് ഊളേഴ്സ് തിയറം. സ്വിസ് മാത്തമാറ്റീഷ്യൻ ആയിട്ടുള്ള ലിയോൺഹാർഡ് ഊളർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. അതിനെ പോപ്പുലറായിട്ട് വിളിക്കുന്നത് ഊളേഴ്സ് തിയറം ഓർ ഊളേഴ്സ് പ്രോഡക്റ്റ് എക്സോഷൻ തിയറം. See, it states that total output would be exhausted by paying for factor inputs. Okay, factor inputs നമ്മുടെ cobb-Douglas production functionൽ ലേബർ ആൻഡ് ക്യാപിറ്റൽ അവർക്ക് മാർജിനൽ പ്രോഡക്റ്റിനെ ബേസ് ചെയ്തിട്ട് ഫാക്ടർ പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ടോട്ടൽ ഔട്ട്പുട്ട് വുഡ് ബി എക്സോസ്റ്റഡ്. എക്സോസ്റ്റഡ് ആണ് തീർന്നു പോകുക, കംപ്ലീറ്റ്ലി യൂസ്ഡ്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഔട്ട്പുട്ട് 100 യൂണിറ്റ് ഉണ്ടെങ്കിൽ ലേബറിൻ്റെ ഷെയർ 60 യൂണിറ്റ് ആണ് ബേസ്ഡ് ഓൺ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ. സിമിലർലി മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റലിനെ ബേസ് ചെയ്ത് അവർക്കുള്ള ഫാക്ടർ പേയ്മെൻറ്റ് 40 യൂണിറ്റ്സ് ആണ്. ദെൻ 60 + 40 = 100. 100 യൂണിറ്റ്സ് ഉള്ള ടോട്ടൽ ഔട്ട്പുട്ട് 60 യൂണിറ്റ്സ് ലേബറിനും കൊടുത്തു, 40 യൂണിറ്റ്സ് ക്യാപിറ്റലിനും കൊടുത്താൽ ടോട്ടൽ ഔട്ട്പുട്ട് ബിക്കം 0 ഓർ എക്സോസ്റ്റഡ്. That is in a Euler's theorem. Now we are going to prove that cobb-Douglas production function satisfies Euler's theorem. Okay, Euler's theorem in the general format, see, Q is equal to dou Q by dou L into L plus dou Q by dou K into K. Euler's theorem prove ചെയ്യുന്നതിന് വേണ്ടി, suppose if we have a homogeneous production function, that is cobb-Douglas production function, we can see Q is equal to dou Q by dou L into L plus dou Q by dou K into K. ആ ഇക്വേഷൻ കണ്ടിട്ടൊന്നും പേടിക്കണ്ട. നമുക്കറിയാം dou Q by dou L എന്ന് പറഞ്ഞാൽ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ ആൻഡ് dou Q by dou K എന്ന് പറഞ്ഞാൽ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് കൺസിഡർ cobb-Douglas production function, we can simply say Q is equal to, ഞാൻ ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാണ്, dou Q by dou L മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ ഇൻറ്റു ദിസ് L plus
Dou Q by dou K means marginal product of capital into K. Isn't it? അപ്പോൾ Euler's theorem പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി we need to find out first marginal product of labor and marginal product of capital. അതിൻ്റെ വാല്യൂ കണ്ടിട്ട് നമ്മൾ ഈ ഇക്വേഷനിൽ എന്ത് ചെയ്യണം? ആ വാല്യൂ ആഡ് ചെയ്യണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, സോ വി നീഡ് ടു ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് marginal product of labor. Consider cobb-Douglas production function. We know Q is equal to A into L raised to alpha into K raised to beta. Okay, first thing is that നിങ്ങൾ ഈ ഫോർമുല നോക്കുക. ഫസ്റ്റ് നമ്മൾ കണ്ടെത്തേണ്ടത് എന്താണ്? മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ. ഓക്കെ, മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ ദാറ്റ് ഈസ് ദോ ക്യൂ ബൈ ദോ എൽ. നല്ലവണ്ണം ശ്രദ്ധിക്കുക, കാരണം ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എടുത്താൽ നിങ്ങൾക്ക് അതിൻ്റെ എന്ത് കിട്ടും? മാർജിനൽ പ്രോഡക്റ്റ് കിട്ടും. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ എന്ന് പറഞ്ഞാൽ അഡീഷൻ ടു ടോട്ടൽ പ്രോഡക്റ്റ് വെൻ വി എംപ്ലോയ് ആൻ എക്സ്ട്രാ യൂണിറ്റ് ഓഫ് ലേബർ. ഇസന്റ് ഇറ്റ്? അപ്പോൾ ഇവിടെ മാർജിനൽ പ്രോഡക്റ്റ് കണ്ടെത്താനുള്ള മാത്തമാറ്റിക്കൽ ടൂളാണെന്ത്? ഡിഫറൻഷിയേഷൻ. ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷിയേഷൻ ഡെറിവേറ്റീവ് എടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ. That is very very important. Here you know dou Q by dou L. That means we are going to differentiate the function Q with respect to L. Differentiation നിങ്ങളൊന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടി see you know y is equal to x raised to n. Then what is you know dy by dx. That is you know we are going to differentiate the function y with respect to x is equal to n into x raised to n minus 1. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ പഠിച്ച കാര്യമാണോ, പേടിക്കാനൊന്നുമില്ല. ഒന്ന് പൊടി തട്ടിയെടുക്കുക, സിമ്പിളാണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. സി y is equal to 3x raised to 4. What is the first order differentiation or derivative? See, dy by dx equal to 4 into 3. That is 12x n minus 1, 4 minus 1, that is 3. Isn't it? ഈ ഒരു സിമ്പിൾ മെത്തേഡാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മാത്തമാറ്റിക്സ് ഉപയോഗിക്കുന്നേ ഇല്ല. ബിലീവ് മീ, വി ആർ ഗോയിങ് ടു ഡിഫറൻഷിയേറ്റ് ഫംഗ്ഷൻ ക്യൂ വിത്ത് റെസ്പെക്ട് ടു എൽ. ദാറ്റ് മീൻസ് എ കെ ബീറ്റ എന്ന് പറയുന്നതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നില്ല. ദിസ് ഈസ് പാർഷ്യൽ ഡിഫറൻഷിയേഷൻ. ഓക്കെ, എയും കെയും ബീറ്റൊക്കെ എന്താണ്? കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. സോ ദോ ക്യൂ ബൈ ദോ എൽ സീക്വൽ ടു, ഇതേ ഫോർമാറ്റ് മനസ്സിലുണ്ടാവണം. ദോ ക്യൂ ബൈ ദോ എൽ സീക്വൽ ടു സി എൽ റൈസ് ടു ആൽഫ. അപ്പോൾ നമുക്ക് എന്ത് വരും? ആൽഫ. എനെ നമ്മളൊന്നും ചെയ്യുന്നില്ല, എ അതുപോലെ എഴുതി. ദെൻ എൽ റൈസ് ടു ആൽഫ, എൽ റൈസ് ടു ആൽഫ മൈനസ് 1. ഏതുപോലെ? എൻ മൈനസ് 1 ഓർമ്മ വേണേ. ദെൻ കെനൊന്നും ചെയ്യുന്നില്ല, കെ റൈസ് ടു ബീറ്റ. This is the first step. Now we can rearrange it. C equal to alpha into a into L raised to alpha minus 1 ആണ്. ഈ മൈനസ് 1നെ റിമൂവ് ചെയ്യാൻ എനിക്ക് ഡിവൈഡഡ് ബൈ എൽ. ഇതൊരു മാത്തമാറ്റിക്കൽ റൂളാണ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. പ്ലീസ് ലിസൺ. എൽ റൈസ് ടു ആൽഫ ബൈ എൽ ഇൻറ്റു കെ റൈസ് ടു ബീറ്റ. ഓക്കെ, കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. Now we can rearrange like this. നമുക്ക് Euler's theorem പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്റ്റെപ്പിലേക്കാണ് പോകുന്നത്. സി ബൈ എൽ വി ക്യാൻ ജസ്റ്റ് റീഅറേഞ്ച് ആൽഫ ബൈ എൽ. ഞാൻ എല്ലിനെ ആൽഫ ബൈ എൽ ആക്കി. ദെൻ എ ഇൻറ്റു എൽ റൈസ് ടു ആൽഫ ഇൻറ്റു കെ റൈസ് ടു ബീറ്റ. ദാറ്റ് ഈസ് സീക്വൽ ടു ആൽഫ ബൈ എൽ. സി എ ഇൻറ്റു എൽ റൈസ് ടു ആൽഫ ഇൻറ്റു കെ റൈസ് ടു ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? സി ദിസ് ഈസ് നത്തിങ് ബട്ട് അവർ production function q is equal to a into l raised to alpha into k raised to beta. That is alpha by l into q. This is the marginal product of labor, isn't it? It is very very simple. Now we need to understand this point, l raised to alpha minus 1. See, it is actually like this, l raised to alpha into l raised to minus 1. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞ റൂള് പ്രകാരം ഇവിടെ ബേസ് സെയിം ആണ്. സോ എൽ റൈസ് ടു ആൽഫ പവർ നമ്മൾ ആഡ് ചെയ്യും. ദിസ് ഈസ് മൈനസ് 1, സോ മൈനസ് 1.
ഇത് മാത്തമാറ്റിക് പ്രകാരം എൽ റേസ് ടു ആൽഫ ബൈ എൽ എന്ന് എഴുതാൻ സാധിക്കും. ദിസ് ഈസ് ദ റൂൾ. ഓക്കെ, ഇനിയും നിങ്ങൾക്ക് ഡൗട്ട് മാറിയിട്ടില്ലെങ്കിൽ നമുക്കറിയാം മാത്തമാറ്റിക്സിൽ നമ്മൾ ഏത് റൂൾ ഉപയോഗിച്ചാലും ആൻസർ സെയിം ആയിരിക്കും. ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. സി 10 റൈസ് ടു 4 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 റൈസ് ടു 3 ദാറ്റ് ഈസ് 1000. ഓക്കെ, ഇതേ മാറ്റർ എനിക്ക് ഇങ്ങനെ എഴുതാം. 10 റൈസ് ടു 4 മൈനസ് 1 എനിക്ക് എന്താ ചെയ്യുക, ഡിനോമിനേറ്ററിൽ കൊണ്ടുപോയിട്ട് 10 ഇടാം. സെയിം. ദെൻ വാട്ട് ഈസ് ദ ആൻസർ? 10 raised to 4, 10 into 10 into 10 into 10, that is 10,000. Then divided by this 10. Again, you will get 1000. That is the thing. Mathematics il ഏത് റൂൾ ഉപയോഗിച്ചാലും ആൻസർ സെയിം ആയിരിക്കും. അപ്പോൾ ഈ ഏരിയയിൽ കൺഫ്യൂഷൻ വേണ്ട. ആൽഫ മൈനസ് 1, ഇവിടെ മൈനസ് 1നെ റിമൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്തു? ഡിവൈഡഡ് ബൈ എൽ, isn't it? So we just find out marginal product of labor. But ഈ ഭാഗം ഓക്കെ ആയി. Now we need to trace out, marginal product of capital. Now we can take, see, Q is equal to A into L raised to alpha into K raised to beta. Okay, നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം, കറക്റ്റ് സ്റ്റെപ്പ് മനസ്സിലാക്കുക. Then marginal product of capital, that is dou Q by dou K. What is the answer? See, K raised to beta. Then it will become like this, beta into A into L raised to alpha into K raised to beta minus 1. ഇവിടെ എയും എൽ ഒക്കെ കോൺസ്റ്റന്റ് ആണ്, കാരണം എന്താ, പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. Now we can rearrange it like this, beta into A into L raised to alpha K raised to beta minus 1നെ റിമൂവ് ചെയ്യാൻ ഞാൻ ഡിവൈഡഡ് ബൈ K. സെയിം റൂൾ, നോ പ്രോബ്ലം. Now we can rearrange like this, beta by K A into L raised to alpha K raised to beta. ഇത് ഞാൻ റീഅറേഞ്ച് ചെയ്തു, ഈ Kനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. Now beta by K A into L raised to alpha K raised to beta എന്ന് പറഞ്ഞാൽ എന്താ? That is our output, that is Q. This is the marginal product of capital. ഓക്കെ, അപ്പോൾ ഊളേഴ്സ് തിയറത്തിൻ്റെ ഈ രണ്ട് മാറ്റർ കഴിഞ്ഞു. dou Q by dou L കണ്ടെത്തി, dou Q by dou K കണ്ടെത്തി. Now we can substitute the values of marginal product of labor and marginal product of capital into this equation. Okay, നമുക്കറിയാം marginal product of labor, this is marginal product of capital. Okay, now this is Euler's theorem. Q is equal to dou Q by dou L into L plus dou Q by dou K into K. That is Q is equal to marginal product of labor plus marginal product of capital into K. Now we can substitute Q is equal to marginal product of labor, that is alpha by L into Q into this L plus marginal product of capital, that is beta by K into Q into this K. ഇത് മറക്കരുത് കേട്ടോ, ഇൻറ്റു എൽ ഇൻറ്റു കെ. Now we can just rearrange the point like this. See, Q is equal to this cell, we can cross it, this cell, and again this K and this K. Okay, denominator numerator base ചെയ്തിട്ട് നമ്മൾ ക്രോസ് ചെയ്തു. The remaining part alpha into Q into plus beta into Q. Okay, this is Q ഇവിടെ കോമൺ ആണ്. Then we can just factor it out, that is Q is equal to Q into alpha plus beta. Okay, since as per cobb-Douglas production function, alpha plus beta is equal to 1, that is Q is equal to Q into alpha plus beta is equal to 1, that is Q is equal to Q. It shows that total output is exhausted by paying for the labor share, that is alpha Q, and capital share, that is beta Q. That is Euler's theorem. Alpha into Q, ഇത് നമ്മുടെ ലേബറിൻ്റെ ഷെയർ ആണ് ആൽഫ, ക്യാപിറ്റലിൻ്റെ ഷെയർ ആണ് ബീറ്റ.
മാർജിനൽ പ്രോഡക്റ്റിൻ്റെ ബേസ് ചെയ്തിട്ട് ലേബറിനും ക്യാപിറ്റലിനും നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ ഔട്ട്പുട്ട് വുഡ് ബി എക്സോസ്റ്റഡ്. ഓക്കെ, കറക്റ്റ് സ്റ്റെപ്പ് കാര്യങ്ങൾ മനസ്സിലാക്കുക. സിമ്പിളാണ്. സെപ്പറേറ്റ് 5 മാർക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ലെറ്റ് മീ എക്സ്പ്ലെയിൻ ദ ഫോർത്ത് പ്രോപ്പർട്ടി ഓഫ് കോബ്-ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. Now we can consider the fourth property of cobb-Douglas production function. As you know, marginal product of factor inputs can expressed as function of their average product. That is really very interesting. Here we need to find out cobb-Douglas production function, that is Q is equal to A into L raised to alpha into K raised to beta. Fourth property എന്താണ് പറയുന്നത്? Marginal product of factor inputs. We can see there are 2 factors of production, that is labor and capital, that can expressed as function of their average product. Here what is average product? Average product of labor is equal to Q by L. That is output divided by labor inputs. We know the marginal product of labor. കഴിഞ്ഞ പ്രോപ്പർട്ടിയിൽ നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ, ദാറ്റ് ഈസ് പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ഓഫ് ഫംഗ്ഷൻ ക്യൂ വിത്ത് റെസ്പെക്ട് ടു ലേബർ ദോ ക്യൂ ബൈ ദോ എൽ സീക്വൽ ടു, നേരത്തെ ശ്രദ്ധിക്കുക, സി എൽ റൈസ് ടു ആൽഫ, അതിനാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ആൽഫ ഇൻറ്റു എ എൽ റൈസ് ടു ആൽഫ മൈനസ് 1 കെ റൈസ് ടു ബീറ്റ. ഓക്കെ, ദാറ്റ് ഈസ് ആൽഫ ഇൻറ്റു എ ഇൻറ്റു എൽ റേസ് ടു ആൽഫ മൈനസ് 1 നമുക്ക് റിമൂവ് ചെയ്യാൻ ഡിനോമിനേറ്ററിൽ എൽ കൊടുത്തു, ഇൻറ്റു കെ റേസ് ടു ബീറ്റ. വി ക്യാൻ റീഅറേഞ്ച് ഇറ്റ് ലൈക്ക് ദിസ്, ആൽഫ ബൈ എൽ. കഴിഞ്ഞ പ്രോപ്പർട്ടി നല്ല രീതിയിൽ മനസ്സിലാക്കുക. ആൽഫ ബൈ എൽ ഇൻറ്റു എ ഇൻറ്റു എൽ റേസ് ടു ആൽഫ ഇൻറ്റു കെ റേസ് ടു ബീറ്റ. ദാറ്റ് ഈസ് ആൽഫ ബൈ എൽ, A into L raised to alpha into K raised to beta, that is Q, that is alpha by L into Q. This is the marginal product of labor. We can just rearrange this marginal product of labor like this, alpha into Q by L. Okay, don't be confused. Alpha into Q by L. ഞാൻ just rearrange ചെയ്തു, കാരണം മാത്തമാറ്റിക്കൽ റൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ടേക്ക് ദിസ് ന്യൂമറിക്കൽ എക്സാമ്പിൾ. 4/2 ഇൻറ്റു 10. സി 4/2 ഈക്വൽ ടു 2 ഇൻറ്റു 10 ഈക്വൽ ടു 20. Then I would like to rearrange it like this, 4 into 10/2. What will be the answer? 4 into 10/2 is equal to 5, again 20. Okay. അപ്പോൾ മാത്തമാറ്റിക്കലി നമുക്കെന്താണ്, ഏത് രീതിയിലും റീഅറേഞ്ച് ചെയ്യുക, ആൻസർ സെയിം ആയിരിക്കും. നിങ്ങൾ എക്സാമിന് ആൻസർ എഴുതുമ്പോൾ ഈ എക്സാമ്പിൾ ഒന്നും കൊടുക്കണ്ട, നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ എക്സാമ്പിൾ വെക്കുന്നത്. സോ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ is equal to ആൽഫ ഇൻറ്റു, സി ക്യൂ ബൈ എൽ മീൻസ് ദാറ്റ് ഈസ് ആവറേജ് പ്രോഡക്റ്റ് ഓഫ് ലേബർ, ദാറ്റ് ഈസ് ആൽഫ ഇൻറ്റു ആവറേജ് പ്രോഡക്റ്റ് ഓഫ് ലേബർ. This is the proof. That is, we can simply say that marginal product of factor inputs, that is labor, can expressed as function of its average product, that is alpha into average product of labor. Okay. Similarly, we can take marginal product of capital, that also can be expressed as function of its average product. See, we can consider cobb-Douglas production function Q is equal to A into L raised to alpha into K raised to beta. Now we need to take marginal product of capital, that is dou Q by dou K, that is equal to K ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സി ബീറ്റ ഇൻറ്റു എ ഇൻറ്റു എൽ റേസ് ടു ആൽഫ ഇൻറ്റു കെ റേസ് ടു ബീറ്റ മൈനസ് 1. കഴിഞ്ഞ പ്രോപ്പർട്ടിയിൽ നമ്മൾ വിശദമായിട്ട് ചെയ്തതാണ്. ദാറ്റ് മീൻസ് beta into a into l raised to alpha into k raised to beta minus 1 ഒഴിവാക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, by k. We can rearrange like this, beta by k, ഞാൻ k അങ്ങോട്ട് കൊണ്ടുവന്നു, beta by k into
A into L raised to alpha into K raised to beta. That is beta by K into A into L raised to alpha into K raised to beta means that is our output. That is beta by K into Q. This is marginal product of capital. Okay, we can rearrange it like this. Marginal product of capital is equal to beta into Q by K. Now I would like to ask a question. What is average product of capital? Average product of capital is equal to Q by K. We know that. That is why Q by K means average product of capital. So we can just write down marginal product of capital is equal to beta into average product of capital. We can simply prove that. That is marginal product of factor input capital can expressed as function of its average product. This is about fourth property of cobb-Douglas production function. Now we are going to discuss fifth property of cobb-Douglas production function. Now we can see the fifth property of cobb-Douglas production function, that is the elasticity of factor substitution. That is sigma, Greek alphabet sigma is equal to unity. That is factor substitution here is equal to 1. Very, very important property. We can expect a separate 5-mark question. Okay, വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കുക. See, elasticity of factor substitution. That is very important. Elasticity of factor substitution നിങ്ങൾക്ക് സെപ്പറേറ്റ് 2 മാർക്കോ 5 മാർക്കിന് വരാൻ സാധ്യത ഉള്ള ഒരു ഏരിയയാണ്. See, what do you mean by elasticity of factor substitution? That is elasticity of factor substitution is defined as the ratio of the percentage change in the K by L ratio to the percentage change of the Mrts. What do you mean by Mrts? Marginal rate of technical substitution. It is nothing but the slope of isocont. Isocont slope ആണ് marginal rate of technical substitution. Indifference curve slope എന്താണ്? Marginal rate of substitution. Production possibility curve slope എന്താണ്? Marginal rate of transformation. So here we can simply say elasticity of factor substitution is defined as the ratio of the percentage change or proportionate change in the input ratio K by L ratio to the percentage or proportionate change of the Mrts. It is really very interesting to note, elasticity of factor substitution was first developed by J.R. Hicks in 1932. അദ്ദേഹം ഡെവലപ്പ് ചെയ്ത് റിഫൈൻ ചെയ്ത് പ്രിസൈസ് ചെയ്ത് പോപ്പുലർ ആക്കിയ ആളാണ് മിസ്സിസ് ജോൺ റോബിൻസൺ ഇൻ 1933. Okay, see, this is the formula. Elasticity of factor substitution is equal to proportionate change in input ratio, that is K by L, divided by proportionate change in Mrts. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, ഈ ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Elasticity of factor substitution ranges from 0 to infinity. Elasticity of factor substitution is equal to 0. What is the meaning? It is impossible to substitute one input for another. It is not possible to substitute, isn't it? But cobb-Douglas production function property എന്താണ് പറയുന്നത്? Elasticity of factor substitution is equal to 1 or unity. ചുമ്മാ പറഞ്ഞാൽ പോരാ, അത് നമ്മൾ പ്രൂവ് ചെയ്യണം. Here this is the formula, that is elasticity of factor substitution, that is sigma is equal to change in K by L, that is change in input ratio divided by initial input ratio, all divided by change in Mrts divided by initial Mrts. ഈ ഫോർമുലയ്ക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഇൻപുട്ട് കൊടുക്കേണ്ടത്. അത് എന്നിട്ട് പ്രൂവ് ചെയ്യണം ഈസ് ഈക്വൽ ടു 1. ദാറ്റ് ഈസ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആയിരിക്കണം ഈ ഫോർമുലയിൽ. ഓക്കെ, വി ആർ ഗോയിങ് ടു പ്രൂവ് ദാറ്റ് തിങ്. ഈ ഇക്വേഷൻ പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ന്യൂമറേറ്ററിൽ കെ ഇൻപുട്ട് റേഷ്യോ അത് നമുക്കുണ്ട് കെ ബൈ എൽ. ബട്ട് Mrts നമ്മൾ കണ്ടെത്തണം, മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ, ദാറ്റ് ഈസ് സ്ലോപ്പ് ഓഫ് എൻ ഐസോകോണ്ട്. ഐസോകോണ്ടിന്റെ സ്ലോപ്പ്, ദാറ്റ് ഈസ് അനദർ ക്വസ്റ്റ്യൻ. അനദർ പ്രോപ്പർട്ടി ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം Mrts അണ്ടർ കോbb-Douglas പ്രൊഡക്ഷൻ ഫംഗ്ഷൻ.
കോബ്-ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെ നമുക്ക് കണ്ടെത്താം? ദാറ്റ് മേ ബി അനദർ പ്രോപ്പർട്ടി. നിങ്ങൾക്ക് എണ്ണം കൂട്ടണമെങ്കിൽ MRTSന്റെ സെപ്പറേറ്റ് പ്രോപ്പർട്ടി നിങ്ങൾക്ക് എഴുതാൻ പറ്റും. സി ഹിയർ we need to find out MRTS. What is actually MRTS? MRTS കണ്ടെത്താനുള്ള ഫോർമുല എന്ന് പറയുന്നത് marginal rate of technical substitution is equal to marginal product of labor divided by marginal product of capital. Okay, marginal product of labor എന്ന് പറഞ്ഞാൽ എന്താ? Marginal product of labor is equal to dou Q by dou L is equal to alpha into Q by L. പ്രീവിയസ് ആയിട്ടുള്ള രണ്ട് പ്രോപ്പർട്ടിയിൽ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് ആ ഒരു സ്റ്റെപ്പ് ഞാനിവിടെ സ്കിപ്പ് ചെയ്യാണ്. സിമിലർലി മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ സീക്വൽ ടു dou Q by dou K സീക്വൽ ടു ബീറ്റ ഇൻറ്റു Q by K. ഞാനത് ഓൾറെഡി ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നൗ വി ക്യാൻ സിംപ്ലി സേ മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ, ദാറ്റ് ഈസ് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ സീക്വൽ ടു dou Q by dou L divided by dou Q by dou K. Okay, now we can just substitute the values of MPL and MPK into this MRTS. We can simply write down like this: MRTS equal to dou Q by dou L, that is alpha into Q by L divided by, നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, ഈ ഇക്വേഷനിലാണ് കൊടുക്കുകയാണ്, ഡിവൈഡഡ് ബൈ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ, ദാറ്റ് ഈസ് beta into Q by K. Okay, that is MRTS equal to, ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ആൽഫ ബൈ ബീറ്റ then Q by L into Q by L. See, ഈ കോമ്പണന്റ് എഴുതി ആൽഫ ബൈ ബീറ്റ then Q by L. Now ഡിനോമിനേറ്ററിൽ എന്ത് കിടക്കുന്നുണ്ട്? Q by K. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് മാത്തമാറ്റിക്സിൽ ഇങ്ങനെ റൂൾ ഉണ്ട് കേട്ടോ, A by B all divided by C by D. It will become like this, A by B, this division will become into, then C by D എന്ത് ചെയ്യണം? തല തിരിച്ചിടണം, that is D by C. ഇത് നിങ്ങൾ മനസ്സിലുണ്ടാവണേ, സിമ്പിൾ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ബേസിക് മാത്സ് ആണ്, ഞാൻ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാണെന്നുള്ളൂ. See here Q by K, ഇതെന്താണ്? തല തിരിച്ചണം, that is K by Q, isn't it? ഈ ഇക്വേഷനിൽ നിങ്ങൾ നോക്കൂ, we can cross it, alpha by beta into K by L. See, MRTS equal to alpha by beta into K by L. This is marginal rate of technical substitution as per the cobb-douglas production function. MRTS equal to alpha by beta into K by L. Then what is the next step? നമ്മുടെ ആൻസർ ആയിട്ടില്ല, നമ്മൾ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഇലാസ്റ്റിസിറ്റി ഓഫ് ഫാക്ടർ സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് ഈക്വൽ ടു യൂണിറ്റി. ദിസ് ഈസ് ദ ഫോർമുല. അപ്പോൾ സിഗ്മ ഈക്വൽ ടു ഈ പോർഷൻ നമ്മളിപ്പോൾ കണ്ടെത്തി, ഈ പോർഷൻ നമുക്കറിയാം. നൗ വി ക്യാൻ ജസ്റ്റ് കൺവേർട്ട് ഇറ്റ്. നൗ സിഗ്മ ഈക്വൽ ടു, ഓക്കെ, നല്ല രീതിയിൽ ശ്രദ്ധിക്കുക, ചേഞ്ച് ഇൻ K by L divided by initial input ratio. Okay, all divided by change in MRTS. MRTS that is ഈ ചേഞ്ച് ചെയ്യാനിട്ട് നമ്മുടെ ഇക്വേഷനിലുള്ള D, that is delta, simply we can say. Then MRTS this is MRTS, alpha by beta into K by L. Equation complete ആയിട്ടില്ല, divided by, see this division, again MRTS, that is initial MRTS, it is simply alpha by beta into K by L. Okay, this is elasticity of factor substitution. Now we can just rearrange it. Sigma is equal to, സിമ്പിൾ ആണ് കേട്ടോ, നല്ല രീതിയിൽ ശ്രദ്ധിക്കുക, C K by L divided by K by L. Okay, this division ഞാൻ പറഞ്ഞു A by B divided by C by D ന്റെ ഒരു ഫോർമാറ്റ് പറഞ്ഞില്ലേ,
ഈ ഡിവിഷൻ എന്താവുന്നു? ഇൻറ്റു ആവുന്നു. ഇൻറ്റു ആവുമ്പോൾ എന്ത് ചെയ്യണം? ഡി ബൈ സി ആയ പോലെ ഇങ്ങനെ തല തിരിച്ചിടണം. ദാറ്റ് ഈസ് ദിസ് വിൽ ബിക്കം ലൈക്ക് ദിസ്, ആൽഫ ബൈ ബീറ്റ ഇൻറ്റു കെ ബൈ എൽ ഡിവൈഡഡ് ബൈ സി ചേഞ്ച് ഇൻ MRTSൻ്റെ ആൽഫ ബൈ ബീറ്റ ഇൻറ്റു കെ ബൈ എൽ. ഓക്കെ, നൗ നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ നമുക്ക് ഏതൊക്കെ ക്രോസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. സി we can cross it, this one and this one, k by l and k by l. Now you know sigma is equal to k by l into alpha by beta divided by, we can just write down like this, see, d k by l, d k by l, പിന്നെ ബാക്കി വരുന്നത് alpha by beta, it is equal to 1. So we can say elasticity of factor substitution under cobb-Douglas production function is unity, that is sigma is equal to 1. വളരെ സിമ്പിളായിട്ട് പ്രൂവ് ചെയ്യാം, ഒരു കൺഫ്യൂഷനും ഇല്ല. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആയാൽ വി വിൽ ഗെറ്റ് 1. ഓക്കെ, കറക്റ്റ് ചെയ്ത് മനസ്സിലാക്കുക, റിവിഷൻ നടത്ത് പ്രാക്ടീസ് ചെയ്യുക. ഇത് സെപ്പറേറ്റ് 5 മാർക്കിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ്. സോ ഹിയർ അണ്ടർ cobb-Douglas production function the elasticity of factor substitution is equal to unity. Now we can discuss sixth property, that is output elasticities are given by alpha and beta for inputs labor and capital respectively. Another very important property, see output elasticities. Separate 5 mark നിങ്ങൾക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാം. What is the meaning of output elasticity? Very short answer type നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. Very important topic. See output elasticities. For example, ലാബറിൻ്റെ ഷെയർ, that is ഡിസ്ട്രിബ്യൂട്ടീവ് പാരാമീറ്റർ എന്ന് പറഞ്ഞിട്ട് പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ പ്രോഡക്റ്റിൽ ലേബറിൻ്റെ ഷെയർ കാണിക്കുന്നത് ആൽഫയും ക്യാപിറ്റലിൻ്റെ ഷെയർ കാണിക്കുന്നത് ബീറ്റയുമാണ് എന്നാണ് പറയുന്നത്. അത് നമ്മൾ പ്രൂവ് ചെയ്യണം. ആൽഫ ഈസ് ദ ലേബർ ഷെയർ ആൻഡ് ബീറ്റ ഈസ് ദ ക്യാപിറ്റൽ ഷെയർ. ഓക്കെ, സി ഹിയർ വാട്ട് ഈസ് ദി output elasticity? Simply output elasticity with respect to labor is equal to percentage change in total output divided by percentage change in labor, isn't it? നമ്മൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. ഇവിടെ എന്താണ്? വി ആർ ഗോയിങ് ടു അനലൈസ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഓൺ അക്കൗണ്ട് ഓഫ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ലേബർ. ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ക്യാപിറ്റൽ ആണെങ്കിൽ ക്യാപിറ്റലിൽ ചേഞ്ച് വരുത്തിയത് കൊണ്ട് ടോട്ടൽ ഔട്ട്പുട്ടിൽ എത്ര മാറ്റം വന്നോ ബൈ കീപ്പിംഗ് ലേബർ ആസ് കോൺസ്റ്റന്റ്. ഓക്കെ, സോ ഹിയർ output elasticity of labor, that is percentage change in quantity divided by percentage change in labor. Output elasticity with respect to capital, percentage change in quantity divided by percentage change in capital. So here we know that output elasticity is the ratio of marginal product of factor to its average product. That is very important. That is output elasticity is the ratio of marginal product of factor to its average product. That is output elasticity. W എന്നിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. Output elasticity is equal to marginal product of that factor divided by average product of that factor. Isn't it? സ്വാഭാവികമായിട്ടും ഒരു ഡൗട്ട് വരും, ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി എങ്ങനെയാണ് മാർജിനൽ പ്രോഡക്റ്റ് ടു AP ആവറേജ് പ്രോഡക്റ്റ് ആയത് എന്ന്. ഈ പ്രോപ്പർട്ടീസ് ഓഫ് കോbb-Douglas പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എഴുതുമ്പോൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പോകണമെന്നില്ല. ബട്ട് സെപ്പറേറ്റ് ആയിട്ട് ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ഒരു 5 മാർക്ക് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. സി വി ക്യാൻ കൺസിഡർ ദിസ് വൺ, ദാറ്റ് ഈസ് output elasticity with respect to labor is equal to percentage change in quantity, that is delta Q by Q divided by percentage change in labor, that is change in labor, that is delta L by L, initial labor. Now it is equal to delta Q by Q. ഈ ഡിവിഷൻ എന്താവും? ഇൻറ്റു ആവും. ദെൻ ഇത് നമ്മൾ എന്താണ് തല തിരിച്ചിട്ടുണ്ട്, ദാറ്റ് ഈസ് L by delta L.
ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? റീഅറേഞ്ച് ചെയ്യാം. ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ എൽ ഇൻറ്റു എൽ ബൈ ക്യൂ. ഇസ്ന്റ് ഇറ്റ്? ഇതേ ഫംഗ്ഷനെ ഞാൻ വീണ്ടും കൺവേർട്ട് ചെയ്യാണ്, റീഅറേഞ്ച് ചെയ്യാണ്. ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ എൽ. ഈ ഇൻറ്റു ഞാൻ എന്താക്കാണ്? ഡിവിഷൻ ആക്കണം കേട്ടോ. ഈ ഇൻറ്റു വീണ്ടും ഞാൻ ഡിവിഷൻ ആക്കുന്നു. ഓക്കെ, ഡിവിഷൻ ആക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇത് താഴോട്ട് പോകണം, വീണ്ടും തല തിരിച്ചണം. ദാറ്റ് ഈസ് ക്യൂ ബൈ എൽ. ഇസ്ന്റ് ഇറ്റ്? ഇങ്ങനെയാണ് നമ്മളൊരു പ്രൂവ് ചെയ്യുന്നത്. We know this portion delta q by delta l, that is dou q by dou l, right? Dou q by dou l. This portion, you know, that is the marginal product. Okay, you know, marginal product of labor. And what is this portion? Q by l, that is, you know, average product of labor, isn't it? Now see, output elasticity of labor is equal to marginal product of labor divided by average product of labor. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? Now we are going to prove, you know, output elasticity with respect to labor and also output elasticity of capital. എന്നിട്ട് നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ലേബറിന്റെ ഷെയർ ആൽഫയാണ്, ക്യാപിറ്റലിന്റെ ഷെയർ ബീറ്റയാണ് എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പോവാണ്. ലിസൺ വെരി കെയർഫുള്ളി. സി, output elasticity with respect to labor is equal to marginal product of labor divided by average product of labor. ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? This is the equation. Okay. Now you know marginal product of labor. We know Q is equal to A into L raised to alpha into K raised to beta. ഞാനത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നില്ല. നമുക്കറിയാം marginal product of labor, that is dou Q by dou L is equal to alpha into Q by L. നമുക്കറിയാലോ. So output elasticity of labor is equal to marginal product of labor is equal to alpha into Q by L. Right. Now average product of labor equation തന്നെ നോക്കട്ടോ. Divided by average product of labor, we know average product of labor, that is, you know, Q by L. Q by L. Isn't it? That is average product of labor is equal to output divided by labor input, Q by L. Now output elasticity of labor is equal to alpha into Q by L. ഈ ഡിവിഷൻ ഞാൻ എന്താണ് അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോൾ എന്താവും? ഇൻറ്റു ആവും. ദെൻ ഇത് തല തിരിച്ചിടണം. L by Q. Isn't it? സിമ്പിൾ ടെക്നിക്കാണ്. കാണുമ്പോൾ ഇത്ര ഈസി ആണെന്ന് വിചാരിക്കും, പക്ഷെ നല്ല പ്രാക്ടീസ് ചെയ്താലേ നിങ്ങൾ എക്സാമിന് എഴുതാൻ പറ്റുള്ളൂ. നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. വളരെ സിമ്പിളായിട്ടാണ് ഓരോ സ്റ്റെപ്പുകളും പറഞ്ഞിരുന്നത്. നൗ Q by L, L by Q എങ്ങനെ ആയി എന്ന് കൺഫ്യൂസ്ഡ് ആവരുത്. എന്താണ്? ഈ ഡിവിഷൻ എന്ത് ചെയ്തു? ഇൻറ്റു ആക്കി. ഇൻറ്റു ആക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു A by B ഡിവൈഡഡ് ബൈ C by D is equal to A by B. ഈ ഡിവിഷൻ എന്താവും? ഇൻറ്റു ആവും. അതെന്ത് ചെയ്യണം? തല തിരിച്ചിടണം. D by C. ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആവും, ഇവിടുത്തെ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആവും. അതുപോലെ ഇവിടെ ആയി. നൗ വി ക്യാൻ ക്രോസ് ഇറ്റ്. Q and Q, L and L. So we can say output elasticity of labor is equal to alpha. ലേബറിന്റെ ഷെയർ എന്താണ്? ലേബർ ഇൻപുട്ടിന്റെ ഷെയർ കോബ്-ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, യു നോ, ആൽഫ. വി ക്യാൻ പ്രൂവ്. നൗ നെക്സ്റ്റ് വൺ, യു നോ, output elasticity of capital is equal to marginal product of capital divided by average product of capital. Average product of capital is equal to total output divided by capital input, that is K. Now you know marginal product of capital, you know, dou Q by dou K is equal to beta into Q by K. Previous property-ലൊക്കെ നമ്മളത് ചെയ്തതാണ്. ഞാൻ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പോവാണ്. Output elasticity of capital, marginal product of capital, you know, beta into Q by K divided by average product of capital, that is, you know, Q by K. Now output elasticity of capital is equal to beta into Q by K. ഈ ഡിവിഷൻ എന്താവും? ഞാൻ ഇൻറ്റു ആക്കുന്നു. ദെൻ നമ്മൾ തല തിരിച്ചിടണം. K by Q. We can cross it. Now you know output elasticity of capital is equal to beta. So we can simply prove that output elasticity of capital input under cobb-Douglas production function is beta. Okay.
See, വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഈ പ്രോപ്പർട്ടി സോൾവ് ചെയ്തു. Now we are going to discuss the last property of cobb-Douglas production function. See, the last property of cobb-Douglas production function, that is the function yields diminishing returns to each input. Okay, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. Consider the cobb-Douglas production function Q is equal to A into L to the power alpha into K to the power beta. Okay, see, we can take dou Q by dou L, marginal product of labor, that is, first order derivative of Q with respect to labor, that is L raised to alpha, that will become, alpha into A into L raised to alpha minus 1 into K raised to beta. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തു വിത്ത് റെസ്പെക്ട് ടു ലേബർ. നൗ വി ക്യാൻ ടേക്ക് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് ദോ സ്ക്വയർ ക്യൂ ബൈ ദോ എൽ സ്ക്വയർ is equal to, ഇത് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്, അതിന് വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്താൽ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷിയേഷൻ കിട്ടും. ദാറ്റ് ഈസ് ആൽഫ, ദിസ് ആൽഫ ഹിയർ ആൽഫ മൈനസ് 1, ആൽഫ മൈനസ് 1 നേർക്ക് ശ്രദ്ധിക്കട്ടോ, ആൽഫ മൈനസ് 1 ഇൻറ്റു എ ഇൻറ്റു എൽ റൈസ് ടു ആൽഫ മൈനസ് 1 മൈനസ് 1. എങ്ങനെ ഇത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ, y is equal to x റൈസ് ടു n, then dy by dx is equal to n into x റൈസ് ടു n minus 1, isn't it? അതുപോലെ ഇവിടെ എന്താണ്, ആൽഫ ഇൻറ്റു ആൽഫ മൈനസ് 1 ഇൻറ്റു എ ഇൻറ്റു എൽ റൈസ് ടു ആൽഫ മൈനസ് 1, ഇങ്ങനെ വരും, ആൽഫ minus 1 minus 1 is equal to alpha minus 2. Okay, L raised to alpha minus 2 into K raised to beta, which is less than 0. Okay, that is, here you can see alpha is a positive fraction and alpha minus 1 is a negative. Then we can expect that the rate of change of the marginal product of input L is negative, and of course marginal product of labor declines. We can simply say the function yields diminishing returns to each input. Right. Okay, now we can conclude our discussion. Properties of cobb-Douglas production function. 7 പ്രോപ്പർട്ടീസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഓരോ സ്റ്റെപ്പുകളും നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഒരു ഒരു എസ്സേ ടോപ്പിക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. 5 മാർക്ക് ക്വസ്റ്റ്യൻസ്, 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. വളരെ നല്ല ഉഷാറായിട്ട് പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.